ഇപ്പൊ മകളെ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് ഹെൽത്ത് എന്നാണ്. ഈ ഒരു പിക്ചർ നോക്കി മക്കളെ, നല്ല ട്രൈസെപ്സും നല്ല ബൈസെപ്സും നല്ല സിക്സ് പാക്ക് ഉള്ള ചങ്ങായി, ഇവരെ നമുക്ക് ഹെൽത്തി ആന്ന് പറയാൻ പറ്റുമോ? ഇയാളെ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആന്ന് പറയാം, പക്ഷെ നമുക്ക് ഹെൽത്തി ആന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വേറെ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെന്റലി ഫിറ്റ് ആയാൽ മാത്രമാണ് മതി. അങ്ങനെ ഓരോ ആളുകളും വന്ന് ഓരോരോ അഭിപ്രായം പറയാ. അപ്പൊ അവിടെ വലിയ കൺഫ്യൂഷൻ ആയി. അപ്പോഴാണ് നമ്മൾ ആര് വരുന്ന അറിയോ? WHO വരുന്നത്. ആരാ മക്കളെ WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ്ങിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയാന്ന് പറഞ്ഞു. അല്ലാണ്ട് രോഗമില്ലാത്ത അവസ്ഥക്കെല്ലാം നമ്മൾ ഹെൽത്ത് എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു ലോഗോ നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ഇത് എന്തിന്റെ ലോഗോയാണെന്ന്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ഹെൽത്തിനെ ബാധിക്കുക? ആ ഒരു ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഒന്നാമത്തെ ഫാക്ടറാണ് പാത്തജൻ. എന്താ മക്കളെ പാത്തജൻ എന്ന് പറഞ്ഞാൽ? പാത്തജൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിസീസ് കോസിങ് ആയുള്ള ഓർഗാനിസങ്ങൾ. ഏതൊക്കെയാ അത്? അത് നമ്മുടെ ബാക്ടീരിയ വരും, ഫംഗസ് വരും, വൈറസ് വരും, ഹെൽമിന്തുകൾ വരും, പ്രോട്ടോസോം വരും. ഇവരൊക്കെയാണ് പാത്തജൻസ് എന്ന് പറയാം. അപ്പൊ ഇവരെവിടെയൊക്കെ കാണും മക്കളെ? ഇവരെല്ലായിടത്തും കാണും. എല്ലായിടത്തും പറഞ്ഞാൽ എല്ലായിടത്തും. ഈ പാനൽ ഉണ്ടാവും, ചിലപ്പോൾ ഈ ഒരു ബോർഡിലുണ്ടാവും, ഈ ഒരു ഷർട്ടിലുണ്ടാവും. അങ്ങനെ ഈ ഒരു പാത്തജൻ എല്ലായിടത്തും കാണും. അത് മാത്രമല്ല, മാൽ ന്യൂട്രീഷനും ഫാക്ടറാണ്, ലൈഫ് സ്റ്റൈൽ ഫാക്ടറാണ്, ഒക്യുപ്പേഷൻ ഫാക്ടറാണ്. ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തെന്താന്ന് വെച്ചാൽ എന്താണ് ഡിസീസ് എന്നാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു ഹോമിയോസ്റ്റാസിസ് ഉണ്ട്. എന്താ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ? ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ആ ഇന്റേണൽ എൻവയോൺമെന്റിൽ ചില ഫാക്ടേഴ്സ് കാരണം ചേഞ്ച് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിസീസ് എന്ന് പറയാം. ആ ഒരു ഫാക്ടറാണ് ആന്റിജൻ. ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫോറിൻ പാർട്ടിക്കിളാ. എന്താ ഫോറിൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡിയിൽ എല്ലാത്തൊരു സാധനം പുറത്തുനിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വരും. അത് വന്നാൽ നമുക്ക് രോഗം ഉണ്ടാക്കും മക്കളെ. അതിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പാത്തജൻ, നമ്മുടെ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഇവരെ കുടുംബക്കാരെല്ലാവരും വരും. പിന്നെ എന്താണ്? പിന്നെ പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ. ചില ആളുകളിലേക്ക് ബാക്ടീരിയ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു പൊടിപടല മൂക്കിലേക്ക് വന്നാൽ മതി, അവർക്കും ഡിസീസ് ഉണ്ടാവും. അലർജിക്കാനുള്ള പേഴ്സൺസിന് അറിയില്ല നിങ്ങൾ. ചില ആൾക്കാർക്ക് ഫുഡ് ആയിരിക്കും പ്രശ്നം. അത് മാത്രമാണോ? അല്ല, ചില ആൾക്കാർക്ക് ജനറ്റിക്സ് പ്രശ്നമായിരിക്കും. ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആന്റിജൻസിൽ വരും മക്കളെ. ഇതൊക്കെ ആന്റിജൻസിൽ വരും. അപ്പൊ എന്താണ് ഇമ്മ്യൂണിറ്റി? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമ്മൾ സേഫ് അല്ലേ? കാരണം എന്താണ്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിർത്തികളിൽ പട്ടാളക്കാരുണ്ട്. ആ പട്ടാളക്കാർ വെള്ളത്തിലുണ്ട്, കാറ്റിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, മണ്ണിലും ചളിയിലും എല്ലായിടത്തും പട്ടാളക്കാരാ. ആ പട്ടാളക്കാരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല മക്കളെ. അതേപോലെ നമ്മൾ സേഫ് ആവാൻ കാരണം, നമ്മുടെ ബോഡി സേഫ് ആവാൻ കാരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയാന്ന് അറിയോ? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയാം. അവരുടെ കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പൊ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ? നമ്മുടെ ബോഡിന്റെ ഒരു കഴിവാണ്. എന്തിനുള്ള കഴിവ്? പാത്തജൻസിനെ നമ്മുടെ ബോഡിയിലേക്ക് കയറാൻ സമ്മതിക്കൂല. ഇനിയിപ്പോ കയറിയാലോ അതിനെ കൊല്ലും ചെയ്യും. ആ ഈ രണ്ട് കഴിവാണ് ആർക്കുള്ളത്? നമ്മുടെ ബോഡിക്കുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി രണ്ട് തരത്തിലാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയും. എന്താ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ മക്കളെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ചില ഇമ്മ്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. എന്താ എക്സാമ്പിൾ? നമ്മുടെ സ്കിന്ന് അല്ല മക്കളെ, നമ്മുടെ സ്കിൻ അതിന്റെ എക്സാമ്പിൾ അല്ലേ? അതൊരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ഈ ഒരു ഇമ്മ്യൂണിറ്റിനെ നമുക്ക് എന്ത് പറയാം? ഇൻബോൺ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. കാരണം ജനിക്കുമ്പോൾ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അല്ലേ, അതിന് ഇൻബോൺ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പൊ എന്താണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് അക്യൂർഡിന്റെ മീനിങ്? നേടിയെടുക്കുന്നതിനല്ലേ നമ്മൾ അക്യൂർഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ നേടിയെടുത്ത്? നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ ചളിയിലും മണ്ണിലും പാടത്തൊക്കെ കളിച്ചില്ലേ? ആ സമയത്ത് നിങ്ങൾ പാത്തജൻസ് ആയിട്ട് നിങ്ങൾ മല്ലിടിയായിരുന്നു മക്കളെ. അങ്ങനെ നിങ്ങൾ നേടിയെടുത്ത ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാം? അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് നോക്കാട്ടോ, നമുക്ക് എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് പ്രൈമറി ലെവൽ. പ്രൈമറി ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബോഡിയിലേക്ക് പാത്തജനെ കയറാൻ നമ്മൾ സമ്മതിക്കൂല. അതിനെയാണ് നമ്മൾ പ്രൈമറി ലെവൽ എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്താണ് സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി ലെവൽ പറഞ്ഞാൽ പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് കയറി എന്നിട്ട് അതിനെ നമുക്ക് കൊല്ലണം. അതിനെയാണ് സെക്കൻഡറി ലെവൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് പ്രൈമറി ലെവൽ നോക്കാം. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്ന്. കാരണം നമ്മുടെ ബോഡിയെ ഫുള്ള് കവർ ചെയ്തിട്ട് ആരുണ്ട്? നമ്മുടെ സ്കിന്നുണ്ട്. അപ്പൊ അതൊരു പ്രൈമറി ലെവൽ അല്ലേ?
അല്ലേ? ആ ഒരു സ്കിന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോ ഇനി ഒരു പാത്തജൻ വിചാരിക്കുകയാണ്, ഒരു ബാക്ടീരിയനെ വിചാരിച്ചു. ആ ബാക്ടീരിയ വിചാരിച്ച് ഈ ചങ്ങായിന്റെ മേത്തേക്ക് എങ്ങനെയും കയറണമല്ലോ. പിന്നെ എങ്ങനെ ബാക്ടീരിയക്ക് നമ്മുടെ ബോഡിയിലേക്ക് കയറാൻ പറ്റും? നമ്മുടെ ബോഡിയിൽ ഓപ്പണിങ്സ് ഉണ്ട്. എവിടൊക്കെ ഓപ്പണിംഗ് ഉള്ള മക്കളെ? നമ്മുടെ വായ, നമ്മുടെ മൂക്ക്, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, ആനൽ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലൂടെ പാത്തജന് കയറാൻ പറ്റും അല്ലേ? അങ്ങനെ പാത്തജൻ ഒരു ബാക്ടീരിയ വിചാരിക്കുകയാണ് ഈ ചങ്ങായിന്റെ മേത്തേക്ക് കയറിയാലെന്ന് വിചാരിച്ചിട്ട് ആദ്യം വായക്കുല പോകാൻ നോക്കും. അപ്പൊ മൗത്തിൽ എന്തുണ്ട് മക്കളെ? മൗത്തിൽ സലൈവ ഉണ്ട്. ആ സലൈവയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയുള്ള എൻസൈം ഉണ്ട്, ലൈസോസൈം. എന്ത് ലൈസോസൈം? ഓർത്ത് വെച്ചു, ലൈസോസൈം. ആ ലൈസോസൈം തന്നെയാണ് നമ്മുടെ കണ്ണുനീരിലുള്ളത്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയക്ക് നമ്മുടെ കണ്ണിലൂടെയും കയറാൻ പറ്റൂല, നമ്മുടെ വായിലൂടെയും കയറാൻ പറ്റൂല. ബിക്കോസ് ഓഫ് ലൈസോസൈം. ഓർത്ത് വെച്ചോ, ലൈസോസൈം. ഇനി ബാക്ടീരിയ വിചാരിക്കുകയാണ് അങ്ങ് ചെവി കൂടെ കയറിയാലോന്ന്. അവിടെ ചെവിയിൽ ആരുണ്ട് മക്കളെ? നമ്മുടെ വാക്സ് ഉണ്ട് അല്ലേ? നമ്മൾ ചെവിന്നൊരു സാധനം പുറത്തേക്ക് എടുക്കൂലേ, അതിനെയാണ് നമ്മൾ വാക്സ് എന്ന് പറയാം. നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് നല്ല ഐഡിയ ഉണ്ടാവും അല്ലേ? ഒരു ദിവസം ഫുട്ബോൾ കളിച്ചാൽ പോയിട്ട് അന്ന് തന്നെ ഒന്ന് ചെവി തോണ്ടിയാൽ മതി. അപ്പൊ അതിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാവും. കാരണം എന്താണ്? നമ്മുടെ വാക്സ് ആ പൊടിപടലങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇനി മൂക്കിലൂടെ പോവുകയാണെങ്കിൽ മൂക്കിലാരുണ്ട്? മ്യൂക്കസ് ഉണ്ട്. എന്ത് മ്യൂക്കസ്? മൂക്കിലും മ്യൂക്കസ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മുടെ ബാക്ടീരിയ വിചാരിക്കുകയാണ് ഇനി മൂട്ടിലൂടെ കയറിയാലോ, ആനൽ ഓപ്പണിംഗിലൂടെ കയറിയാലോ എന്ന്. ആനൽ ഓപ്പണിംഗിലും ആരുണ്ട്? മ്യൂക്കസ് ഉണ്ട്. അപ്പൊ അതും ഈ ഒരു പാത്തജൻസിന്റെ എൻട്രിനെ പ്രിവെന്റ് ചെയ്യും. ഇനിയിപ്പോ നിങ്ങൾ വിചാരിച്ചോ, ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിക്ക് കയറി നമ്മുടെ വായക്കൂടെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വായിലൂടെ കയറി എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മുടെ സീലിയ നമ്മുടെ ട്രക്കിലൂടെ എങ്ങനെ വരികയാണ്? നമ്മുടെ മൂക്കിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ട്രക്കിലൂടെ എങ്ങനെ സഞ്ചരിക്കും? ട്രക്കിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ട്രക്കയിൽ എന്തുണ്ട്? സീലിയകളുണ്ട്. നോക്കൂ, സീലിയകളുണ്ട്. അപ്പൊ സീലിയകളും ഇവരുടെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യും. ഇനിയിപ്പോ വായുവിലൂടെ കയറി എന്ന് വിചാരിച്ചോ, ഫുഡിന്റെ ഒപ്പം കയറി. അപ്പൊ ഫുഡിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ എവിടെ എത്തും മക്കളെ? സ്റ്റൊമക്കിലെത്തും അല്ലെ? ഫുഡ് സ്റ്റൊമക്കിലെത്തും. ആ സ്റ്റൊമക്കിൽ ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് HCl. നോട്ട് ചെയ്ത് വെച്ചു, HCl. ആ HCl ആസിഡ് ആണ് മക്കളെ. 1.6 ആണ് pH. ആ ആസിഡിൽ ചാവാത്ത പാത്തജൻ ഒന്നുമില്ല. അങ്ങനെ ഈ ഒരു പാത്തജനൊക്കെ നമ്മുടെ HCl വന്ന് ചാവും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. ഇനി നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും നമ്മുടെ യൂറിനറി ട്രാക്റ്റിലൊക്കെ എന്തുണ്ട്? യൂസ്ഫുൾ ആയുള്ള ബാക്ടീരിയ ഉണ്ട്. ആ യൂസ്ഫുൾ ആയുള്ള ബാക്ടീരിയകളും ഈ ഒരു പാത്തജൻസിനെ കൊല്ലും. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, നമ്മുടെ സ്കിന്നിൽ എന്തുണ്ടായിരുന്നു? സെബം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുണ്ട് മക്കളെ? സ്വെറ്റും ഉണ്ട്. ഇവരും ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ നോക്കാട്ടോ. ഇനി അടുത്തതാണ് സെക്കൻഡറി ലെവൽ. സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തജൻ കയറി. ആ കയറിയിട്ടുള്ള പാത്തജനെ നമ്മൾ കൊല്ലുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? സെക്കൻഡറി ലെവൽ എന്ന് പറയാം. അപ്പൊ ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ 4 സെല്ലുകളാണ്. ഇവരെയാണ് നമ്മൾ എന്ത് പറയാം? മോണോസൈറ്റ്, ന്യൂട്രോഫിലി, ഈസിനോഫിലി, ബേസോഫിലി. അത് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ മോണോസൈറ്റിനെയും ന്യൂട്രോഫിലിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. എന്ത് മക്കളെ? ഫാഗോസൈറ്റുകൾ. ഓർത്തു വെച്ചോ, ഫാഗോസൈറ്റുകൾ. അപ്പൊ ഫാഗോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആ ഫാഗോസൈറ്റുകൾ ഫാഗോസൈറ്റോസിസ് നടത്തും. എന്താണ് മക്കളെ ഫാഗോസൈറ്റോസിസ്? എന്ത്? ഫാഗോസൈറ്റോസിസ് നടത്തും. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്. എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ബാക്ടീരിയ വരികയെന്ന് വിചാരിച്ചോ, ഈ മോണോസൈറ്റ് ന്യൂട്രോഫിൽ അങ്ങോട്ട് പോകും, എന്നിട്ട് അതിനങ്ങ് വിഴുങ്ങിയിട്ട് അതിനങ്ങ് കൊല്ലും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫാഗോസൈറ്റോസിസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് മക്കളെ ബേസോഫിൽ. എന്ത്? ബേസോഫിൽ. ബേസോഫിലിന്റെ പണി 2 കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, 2 കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നാമത്തെ കെമിക്കലിനാണ് നമ്മൾ എന്ത് പറയാം? ഹിസ്റ്റാമിൻ എന്ന് പറയും. ഹിസ്റ്റാമിന്റെ പണി എന്താണെന്ന് അറിയോ? ഹിസ്റ്റാമിന്റെ പണിയാണ് ഇൻഫ്ലമേഷൻ. എന്താ മക്കൾ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ മക്കൾ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾക്ക് അലർജീസ് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ഈ കൈ എങ്ങനെ വീർക്കും. ചില ആൾക്കാർക്ക് ചൊറി ഉണ്ടാവും, ഒരു ചുവപ്പ് കളർ ഉണ്ടാവും. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാം? ഇൻഫ്ലമേഷൻ എന്ന് പറയാം. ഇൻഫ്ലമേഷന്റെ റെസ്പോൺസുകൾ എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അതേപോലെ ഇവർ വേറൊരു കെമിക്കലും പാടെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹെപ്പാരിൻ എന്ന് പറയാം. എന്ത്? ഹെപ്പാരിൻ എന്ന് പറയും. ആ ഹെപ്പാരിന്റെ പണി എന്താന്ന് വെച്ചാല് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യും. എന്ത്? ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യും ഇവര്. ഓർത്തു വെച്ചോ, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈസനോഫിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈസനോഫിലും ബേസോഫിലും നിങ്ങൾ ഒരുമിച്ച് പഠിക്കണം. ഈസനോഫിലിന്റെ പണി എന്താ വെച്ചാൽ ബേസോഫിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കില്ലേ, അതിനാര് കൺട്രോൾ ചെയ്യും? നമ്മുടെ
ആര് കൺട്രോൾ ചെയ്യും? ഈസിനോഫിൽ കൺട്രോൾ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാം? കൺട്രോൾസ് അലർജിക് റിയാക്ഷൻസ് എന്ന് പറയാം. എന്ത് പറയാം? കൺട്രോൾസ് അലർജിക് റിയാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? അലർജിക് റിയാക്ഷൻസ് അത് മാത്രമാണ് ഇവരുടെ പണി? അല്ല, ഒരു പണിയും പാടുണ്ട്. പാരസൈറ്റുകളെ കില്ല് ചെയ്യും. പാരസൈറ്റ് അവരെന്ത് കാട്ടും? കില്ല് ചെയ്യും ഇവര്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും കുറിച്ച് പറഞ്ഞുതരാം. ഈ ന്യൂട്രോഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, ന്യൂട്രോഫിലിന് ഒരു വേറെ പ്രത്യേകതയും പാടുണ്ട്. കാരണം ഇവർ ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസിന് ആരെ കൊല്ലാൻ പറ്റും? ഈ ഒരു പാത്തജനെ കൊല്ലാൻ പറ്റും. അപ്പോൾ ഓർത്ത് വെച്ച മക്കളെ, ന്യൂട്രോഫിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസിന് ആരെ കൊല്ലാൻ പറ്റും? പാത്തജൻസിനെ കൊല്ലാൻ പറ്റും. അപ്പൊ മോണോസൈറ്റിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് മക്കളെ? ആ പ്രത്യേകത ഉണ്ട്. ഈ മോണോസൈറ്റുകൾ ബാക്കിയുള്ള ഇമ്മ്യൂൺ സെല്ലുകൾ എന്താക്കും? ഇമ്മ്യൂൺ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ബാക്കിയുള്ള ഇമ്മ്യൂൺ സെല്ലുകൾ എന്താക്കും? സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ ഫിഗേഴ്സ് എങ്ങനെ നമ്മൾ ഓർത്ത് വെക്കുക? ഈ സ്ട്രക്ചേഴ്സ് നമ്മൾ ഓർത്ത് വെക്കുക. ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ മോണോസൈറ്റിനെ നോക്കാം. ഞാൻ പഠിച്ചു വെച്ച് മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ മോണനെ പോലെയാണ്. അല്ല മക്കൾ, നമ്മുടെ പല്ല് നിൽക്കുന്ന മോണനെ പോലെയല്ല മോണോസൈറ്റ്. അപ്പൊ നമുക്ക് മോണോസൈറ്റ് എങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് മനസ്സിലായി. ന്യൂട്രോഫിൽ നോക്കും, 3 മുത്തുകളെ പോലെ മണിമണിയുള്ള സാധനല്ലേ ന്യൂട്രോഫിൽ. ഇനി നോക്കും മക്കളെ, ഈസനോഫിൽ എങ്ങനെയാണ്? ഇയർഫോണിന്റെ പോലെയല്ലേ. പിന്നെ ബാസോഫിൽ ഏകദേശം അതേപോലെയാണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സ്ട്രക്ചേഴ്സ് ഓർത്ത് വെക്കേണ്ട കുട്ടികളെ. ഇനി അടുത്ത് നോക്കും. ഇനി അടുത്ത് നമ്മൾ ഫാഗോസൈറ്റോസിസിനെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയാണ് ഫാഗോസൈറ്റിക് സെല്ലുകൾ? നമ്മുടെ ന്യൂട്രോഫിലും നമ്മുടെ മോണോസൈറ്റുകളും. ശരിയല്ലേ? അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊരു ബാക്ടീരിയ, ഒരു പാത്തജൻ ആണ്. ആ പാത്തജനും ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇവര് വരുന്ന സമയത്ത് ന്യൂട്രോഫിലും മോണോസൈറ്റും ഇവരെ കാണും. അപ്പൊ ഇവരെന്താക്കും? എൻഗൾഫ് ചെയ്യും. എൻഗൾഫ് ചെയ്യുക പറയുമ്പോൾ ഇതൊരു ബാക്ടീരിയ ആണെങ്കിൽ അങ്ങനെ മുണുങ്ങും. നോക്കൂ, അപ്പൊ അങ്ങനെ മുണിങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? ഇതിന്റെ മുകളിലേക്ക് ഒരുപാട് സാക്കുകൾ ഫോം ചെയ്ത്. ശരിയല്ലേ? ആ സാക്കുകൾ ഫോം ചെയ്താൽ ഇവരെ വിളിക്കുന്ന പേരാണ് ഫാഗോസോം. ഒന്നുമില്ല മക്കളെ, സോമം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ക് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വെസിക്കിൾ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്തായി? ഇതിങ്ങനെ ഫാഗോസോമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ കുറച്ച് ലൈസോസൈം പറഞ്ഞ കുറച്ച് എൻസൈമിന്റെ കൂട്ടങ്ങൾ. ആ ലൈസോസൈം എന്ന് പറഞ്ഞ വേറൊരു സാക്കാണ്. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? എൻസൈമുകൾ ഉണ്ട്. ഏതൊക്കെ എൻസൈമുകൾ മക്കളെ? ലൈസോസോം ഉണ്ട്, അതുപോലെ ഒരുപാട് എൻസൈമുകൾ ഉണ്ട്. ആ എൻസൈമുകൾ വന്നിട്ട് ഇവരെ പോയിട്ട് ഫ്യൂസ് ചെയ്യും. അവർ രണ്ടുപേരും ഫ്യൂസ് ചെയ്ത മക്കളെ അവരെ വിളിക്കുന്ന പേരാണ് ഫാഗോലൈസോസോം. ഓർത്തു വെച്ചോ, ഫാഗോലൈസോസോം. ആ ഫാഗോലൈസോസോം എന്നിട്ട് അതിനെന്ത് സംഭവിക്കും? ഈ ഒരു ലൈസോസോമിന്റെ സഹായത്തോടെ ആ പാത്തജൻ നമ്മൾ കൊല്ലുന്നു. അതിനെ ചെറു മണികളാക്കിയിട്ട് നമ്മൾ എന്താക്കും? പുറത്തേക്ക് തള്ളും. അത് സോല്യൂബിൾ ആയിട്ടുള്ള ഡെബ്രീസ് ആയിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഫാഗോസൈറ്റോസിസ് നടത്തുക ഫാഗോസൈറ്റിക്കുള്ള സെല്ലുകളാണ്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ ന്യൂട്രോഫിലും നമ്മുടെ മോണോസൈറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യമാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അപ്പം ഇത് ചിലപ്പം ഈ ഒരു ഫിഗർ തന്നിട്ടൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പൊ ഇതെങ്ങനെ ആലോചിച്ച് വെക്കേണ്ടത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എന്റെ കൈ നോക്കിയോ, ഒരു ചെറിയൊരു ഇഞ്ചുറി പറ്റിയെന്ന് വിചാരിച്ചോ. ഇഞ്ചുറി പറ്റിയാൽ എന്താ സംഭവിക്കുക മക്കളെ? അവിടുത്തെ സെല്ലുകളൊക്കെ ഡാമേജ് ആവില്ലേ? ആ സെല്ലുകൾ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കലിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹിസ്റ്റാമിൻ എന്ന് പറയാം. അപ്പൊ ഹിസ്റ്റാമിന്റെ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽ ഡൈലേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു ബ്ലഡ് വെസലാന്ന് വിചാരിച്ചോ. എക്സാമ്പിൾ ആണ് പറയുന്നത്, ഇത്രയൊന്നും വലുപ്പമില്ല നമ്മുടെ ബ്ലഡ് വെസൽ. അപ്പോൾ ഇതിന് ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്താൽ ഈ ബ്ലഡ് വെസൽ എന്താവും? ഡൈലേറ്റ് ചെയ്യും. മക്കളെ, ഡൈലേറ്റ് ചെയ്താൽ അതിൽ കൂടെ ബ്ലഡിന്റെ ഫ്ലോ കൂടൂലേ? നോക്കൂ, എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് വെസൽ ഡൈലേറ്റ് ചെയ്യും. നോക്കൂ കുട്ടികളെ, ബ്ലഡ് വെസൽ എന്താക്കി? ഡൈലേറ്റ് ചെയ്തു. ആ ബ്ലഡ് വെസൽ ഡൈലേറ്റ് ചെയ്താൽ അതിലൂടെ ബ്ലഡ് ഫ്ലോ കൂടൂലേ? ആ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ അവിടേക്ക് എന്ത് പോകുന്ന അറിയോ? ഈ മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും പോകും. എന്ത്? മോണോസൈറ്റുകളും ന്യൂട്രോഫിലും അവിടേക്ക് പോകും. ഓക്കെ അല്ലേ? മോണോസൈറ്റുകളും ന്യൂട്രോഫിലും പോകും. അവരെ പണി എന്താ മക്കളെ? മോണോസൈറ്റുകളുടെ ന്യൂട്രോഫിലിന്റെ പണി എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്. പാത്തജൻ അങ്ങ് വീങ്ങും, എന്നിട്ട് കൊല്ലും അല്ലേ? അപ്പൊ അത് നമുക്ക് എന്ത് പറയാം? അതൊരു റെസ്പോൺസ് ആണെന്ന് പറയാം. ഒരു ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണെന്ന് പറയാം. നോക്കി വെച്ചോ, ഫാഗോസൈറ്റോസിസ് നടക്കും. എന്ത് നടക്കും? ഫാഗോസൈറ്റോസിസ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇത് തന്നിട്ട് എന്താണ് ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഫീവറിനെ കുറിച്ച്. എന്താ മക്കളെ ഫീവർ എന്ന് പറഞ്ഞാൽ? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ പൈപ്പിലെ വെള്ളം, നമ്മൾ സാധാ ടാപ്പ് വാട്ടർ നമ്മൾ ചൂടാക്കും. എന്തിനാണ് ചൂടാക്കുന്നത്? അതിലുള്ള മൈക്രോ ഓർഗാനിസങ്ങൾ കൊല്ലാൻ അല്ലേ?
അതേപോലെ നമ്മുടെ ബോഡിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും പാത്തജൻ വന്നാൽ നമ്മുടെ ബോഡി എന്താക്കും? ചൂട് അങ്ങനെ കൂട്ടും, ടെമ്പറേച്ചർ കൂട്ടും. ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നത്? നമുക്ക് ഫീവർ ഉണ്ടാവുന്നത്. അപ്പോൾ ഫീവറും ഒരു റെസ്പോൺസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഫീവറിൽ എന്താ നടക്കുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തജൻ വന്നെന്ന് വിചാരിച്ചോ, ആ സമയത്ത് ആര് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മുടെ WBC ചില കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസിനെയാണ് നമ്മൾ പൈറോജൻ എന്ന് പറയാം. എന്ത്? പൈറോജൻ. ആലോചിച്ച് വെച്ചോ മക്കളെ, പൈറോജൻ. ഓക്കെ അല്ലേ? പൈറോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ പൈറോജൻ പോയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു സിഗ്നൽ കൊടുക്കും, മോനെ ബ്രെയിനെ വേഗം ടെമ്പറേച്ചർ കൂട്ടിക്കോന്ന്. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്താക്കും? ആ ടെമ്പറേച്ചർ അങ്ങനെ കൂട്ടും. ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ പ്രത്യേകം എന്താ അറിയോ? ആ പാത്തജന്റെ ഗ്രോത്തിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അത് മാത്രമാണോ? ഫാഗോസൈറ്റോസിസും ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ന്യൂട്രോഫിലും നമ്മുടെ മോണോസൈറ്റൊക്കെ കൂടുതൽ ആക്റ്റീവ് ആവും. കാരണം എന്താ? ഇവർക്ക് മനസ്സിലായി നമ്മളെ പാത്തജൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടിയെന്ന് മനസ്സിലായി. അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ട് ഫീവർ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഫീവർ ഒരു രോഗമല്ല, അതെന്താണ്? അതൊരു സിംറ്റം ആണ്. ഓക്കെ അല്ലേ? അത് എന്തിന്റെ സിംറ്റം ആണ്? പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് വന്നുള്ള ഒരു സിംറ്റം ആണ് എന്ത്? ഈ ഒരു ഫീവർ എന്ന് പറഞ്ഞ്. ഇനി അടുത്ത കാര്യമാണ് മക്കളെ, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക്, നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. എപ്പം കളിക്കാൻ പോവുകയാണെങ്കിലും ഒരു മുറിവെങ്കിലും പറ്റും. എന്നാലും ഒരു മുറി പറ്റിയാലും മക്കളെ, ഇവിടെ ഒരു മുറി പറ്റിയെന്ന് വിചാരിച്ചോ, അതൊരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ അത് ക്ലോട്ട് ചെയ്യും അല്ലേ? അത് ബ്ലഡ് എങ്ങനെ പോകുന്ന സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മൾ ബ്ലഡ് പോയി 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 നമ്മൾ മരിക്കും അല്ലേ? അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യണം. അതെങ്ങനെ നടക്കുക നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെയാണ് ഇഞ്ചുറി സംഭവിച്ചത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സെല്ലുകൾക്ക് ഡാമേജ് സംഭവിക്കൂലേ? ആ ഡാമേജ് സംഭവിക്കുമ്പോൾ സെല്ലുകൾ ഒരു എൻസൈമിന് പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമിനെയാണ് നമ്മൾ എന്ത് പറയാം? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയാം. എന്ത്? ത്രോംബോപ്ലാസ്റ്റിൻ. അതേപോലെ മക്കളെ, അവിടെയുള്ള പ്ലേറ്റ്ലെറ്റ്സിനും എന്ത് സംഭവിക്കും? ഇഞ്ചുറി സംഭവിക്കും, ഡാമേജ് സംഭവിക്കും. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? സെയിം സാധനം പ്രൊഡ്യൂസ് ചെയ്യും, ത്രോംബോപ്ലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്താ നിങ്ങൾക്ക് അറിയാം? നമ്മുടെ ബ്ലഡിൽ 3 ടൈപ്പ് സെല്ലാണ്: WBC, RBC, പ്ലേറ്റ്ലെറ്റ്. ആ പ്ലേറ്റ്ലെറ്റ് ആണ് എന്തിനു സഹായിക്കുക? ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കൂ, ഈ ഒരു ഡാമേജ്ഡ് ആയുള്ള ടിഷ്യൂസും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ഒക്കെ ത്രോംബോപ്ലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ത്രോംബോപ്ലാസ്റ്റിൻ നമ്മുടെ ബോഡിയിലുള്ള പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിനെ ത്രോംബിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ത്രോംബിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ത്രോംബിൻ മക്കളെ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടീനെ ഫൈബ്രിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫൈബ്രിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫൈബ്രിൻ മക്കളെ നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സ് ഫോം ചെയ്യും. നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സ് ഫോം ചെയ്യും. അതെന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മെഷ് ലൈക്കായുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കാം. നമ്മൾ മീൻ പിടിക്കുന്ന വല ഉണ്ടില്ലേ നിങ്ങൾ? ആ മീൻ പിടിക്കുന്ന വലനെ പോലത്തെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതേപോലെ മീൻ കുടുങ്ങുന്ന പോലെ ആര് വന്ന് ട്രാപ്പ് ആവടെ? ഇവിടെ RBC പോയിട്ട് ട്രാപ്പ് ചെയ്യും. ആ RBC ട്രാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അവിടെ എന്ത് ഫോം ചെയ്യും? ക്ലോട്ട് ഫോം ചെയ്യും. അപ്പൊ സിമ്പിൾ ആണ്. മെഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റാണ്. നമ്മളെ മീൻ പിടിക്കുന്ന നെറ്റിന്റെ പോലത്തെ ഒരു സാധനമാണ്. അത് നീ ആലോചിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ചിലപ്പം ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം, ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ വൂണ്ട് ഹീലിംഗ് ആണ്. വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതേപോലത്തെ സംഭവം. നമുക്ക് മുറി പറ്റി. ആ മുറി പറ്റിയാൽ എപ്പോഴും ആ സെല്ല് എങ്ങനെ പൊട്ടി ചോര എങ്ങനെ ഉണ്ടാവില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യും അല്ലേ? അത് ഹീൽ ചെയ്യാൻ അവിടെ തന്നെ ഉള്ള സെല്ലുകളാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പുതിയ സെല്ലുകൾ വന്നിട്ട് അതങ്ങ് ഹീൽ ചെയ്യും. ഇനിയിപ്പോ പുതിയ സെല്ലുകൾ അല്ലാണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് വന്നിട്ടാണ് അത് ഹീൽ ചെയ്തതെങ്കിൽ അവിടെ ഒരു സ്കാർ ഉണ്ടാവും. മക്കൾ, അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. കണ്ടോ, ഈ ഒരു മൂക്ക് കണ്ടെങ്കിൽ ഈ മൂക്കിന്റെ ഇവിടെ ഒരു പാടം ഉണ്ടല്ലേ, അത് അങ്ങനെ ഉണ്ടായതാ. ഞാൻ 3ാം ക്ലാസ് ഞാൻ സൈക്കിളിൽ നിന്ന് വീടാ. പക്ഷെ അന്ന് ഇവിടെ ഉണ്ടാക്കിയ പുതിയ സെല്ല് കണക്റ്റീവ് ടിഷ്യൂസിന് വേണ്ടിയായിരുന്നു. ആ കണക്റ്റീവ് ടിഷ്യൂസിനോട് ആയതുകൊണ്ടാണ് എനിക്കിവിടെ സ്കെയർ ഉള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കണക്റ്റീവ് ടിഷ്യൂസിനോട് അത് ഹീൽ ചെയ്താൽ അവിടെ എന്തുണ്ടാവും? പാടുണ്ടാവും, സ്കെയർ ഉണ്ടാവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യമാണ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. അപ്പൊ ഇതുവരെ പറഞ്ഞത് എന്താണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ എന്താണ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാം? അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത സ്പെസിഫിക് ആണുള്ള ഇമ്മ്യൂണിറ്റിയാ. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പാത്തജന് വരികയാണെങ്കിൽ, ഒരു ബാക്ടീരിയ വരികയാണെങ്കിൽ ആ ബാക്ടീരിയക്ക് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരുന്നു? സ്കിന്നും മ്യൂക്കസ് ഒക്കെ ആര് വന്നാലും ഒരേപോലെ അവർ ആക്ട് ചെയ്യുക അല്ലേ? ബാക്ടീരിയ വന്നാലും ഫംഗസ് വന്നാലും, എടാ ഈ ബാക്ടീരിയ ഈ ഫംഗസ് എന്നോട് ഞാൻ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക, അങ്ങനെയല്ലല്ലോ.
അവരൊരു കോമൺ ഇടയിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, അതേപോലെ ആയിരിക്കും അവർ ആക്ട് ചെയ്യുക. എന്നാൽ ഇത് ഡിഫറെന്റ് ആണ് മക്കളെ. ഇതെന്താണ്? ഇത് സ്പെസിഫിക് ആണ്. കണ്ടറിഞ്ഞിട്ട് ചെയ്യുന്നവരാണ് ആര്? അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. അത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ബർത്തിന് ശേഷം നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാം? അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പൊ നോക്കൂ, ഇത് പ്രൈമറിലി ക്യാരിഡ് ഔട്ട് ചെയ്യുക ആരാണ്? ലിംഫോസൈറ്റുകളാണ്. ആ ലിംഫോസൈറ്റുകൾ എന്താണ്? നമ്മളെ WBCയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞു. ആ ലിംഫോസൈറ്റുകൾ രണ്ട് തരത്തിലാണ്, ബി ലിംഫോസൈറ്റുകളും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റുകളും. അപ്പൊ ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ബി ലിംഫോസൈറ്റും, ഇതാണെന്ത്? ടി ലിംഫോസൈറ്റും. ഇനി ഈ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റൊക്കെ എവിടാണ് ജനിക്കുന്നത്, അവരെങ്ങനെയാണ് മെച്യൂർ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇവരെല്ലാരും ജനിക്കുന്ന സ്ഥലം ബോൺ മേരോ ആണ്. എവിടെയാണ് ഒറിജിൻ? ബോൺ മേരോ. എന്താ മക്കള് ബോൺ മേരോ? നമ്മള് ബോണിന്റെ ഉള്ളിലൊരു സാധനമല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബോൺ മേരോ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ബോണിന് കഷ്ടം മുറിച്ചാൽ നിങ്ങൾക്കൊരു സാധനം കാണാൻ പറ്റും. ആ സാധനമാണ് എന്ത്? ബോൺ മേരോ. ആ ബോൺ മേരോയിലാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യാൻ മക്കളെ? ലിംഫോസൈറ്റിന്റെ ഒറിജിൻ നടക്കുക. ഓക്കെ, ലിംഫോസൈറ്റിന്റെ ഒറിജിൻ നടക്കുക. ഏതൊക്കെ ലിംഫോസൈറ്റ് മക്കളെ? ബി ലിംഫോസൈറ്റും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റും. അങ്ങനെ ഇവർ ഒറിജിൻ നടന്നതിന് ശേഷം ടി ലിംഫോസൈറ്റ് വിചാരിക്കും, എടാ മക്കളെ, എനിക്കിവിടെ ഒരു വൈബ് ഇട്ടില്ല, ഇവിടെ എന്നാ ഞാൻ മെച്യൂർ ആലാന്ന് ആർക്ക് മനസ്സിലായി? ടി ലിംഫോസൈറ്റിന് മനസ്സിലായി. അപ്പൊ മെച്യൂർ ആവാൻ വേണ്ടി ടി ലിംഫോസൈറ്റ് പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? തൈമസ് എന്ന് പറയാം. നോക്കൂ, ടി ലിംഫോസൈറ്റ് എങ്ങോട്ട് പോകും? തൈമസിലേക്ക് പോകും മക്കളെ. ഇതെന്താണ്? തൈമസ് ആണ്. ഓക്കെ, ആ തൈമസിലേക്ക് ടി ലിംഫോസൈറ്റ് എന്തിനാ പോകുന്നത്? മെച്യൂർ ആവാൻ. ചെക്കൻ എന്ത് മനസ്സിലായി? ഇവിടെ നിന്ന് മെച്യൂർ ആവാൻ മനസ്സിലായി. അപ്പൊ അവിടേക്ക് പോയി, അവിടെ പോയിട്ട് ആര് മെച്യൂർ ആയി? ടി ലിംഫോസൈറ്റ് മെച്യൂർ ആയി. ഓക്കെ അല്ലേ? ടി ലിംഫോസൈറ്റിന്റെ മെച്യൂറേഷൻ എവിടെ വെച്ചാൽ നടക്കുന്നത്? മെച്യൂറേഷൻ എവിടെ വെച്ചാൽ നടക്കുന്നത്? തൈമസിലാണ്. ആലോചിച്ച് നോക്കുക, തൈമസ്, ടി, അതുകൊണ്ട് ടി ലിംഫോസൈറ്റ് ആവും. അപ്പൊ ബി ലിംഫോസൈറ്റ് വിചാരിക്കും, ഞാൻ ഇവിടെ തന്നെ മെച്യൂർ ആവുള്ളൂ. എന്നാൽ ബി ലിംഫോസൈറ്റ് ഇവിടെ തന്നെ മെച്യൂർ ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിനെ ബി ലിംഫോസൈറ്റിന്റെ മെച്യൂറേഷനും ഒറിജിനും എവിടെ വെച്ചാൽ നടക്കുന്നത്? ബോൺ മേരോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ബി ലിംഫോസൈറ്റിന്റെ പണി എന്താന്ന് വെച്ചാൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത്? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ ടി ലിംഫോസൈറ്റിന്റെ പ്രത്യേകത, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ കൊല്ലും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകൾ എന്താക്കും? കില്ല് ചെയ്യും. ഓക്കെ, അതേപോലെ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെ എന്താക്കും? നശിപ്പിക്കും. ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെയും എന്താക്കും? ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? അതിന് രണ്ടിനും ഈ രണ്ട് ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? ടി ലിംഫോസൈറ്റിനുള്ളത്. അപ്പൊ ബി ലിംഫോസൈറ്റിന് എന്താണ്? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം. മക്കളെ, ഇതാരാന്നറിയാം നിങ്ങൾക്ക്? ഇയാളെ പേരാണ് എഡ്വാർഡ് ജെന്നർ. അങ്ങനെ ഒരു ദിവസം എഡ്വാർഡ് ജെന്നറിന്റെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് കൗപോക്സ് ഉണ്ടാവാം. ആ കൗപോക്സ് ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറെ ആൾക്കാർക്ക് സ്മോൾ പോക്സ് ഉണ്ടായി. അപ്പോൾ ഈ സ്മോൾ പോക്സ് ഉണ്ടായപ്പോൾ എഡ്വാർഡ് ജെന്നർക്ക് ഒരു കാര്യം മനസ്സിലായി, കൗപോക്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊന്നും സ്മോൾ പോക്സ് വന്നിട്ടില്ല. അപ്പോൾ എഡ്വാർഡ് ജെന്നർ ആലോചിച്ച് എന്തായിരിക്കും അതിനിപ്പോൾ കാരണമെന്ന്. അങ്ങനെ എഡ്വാർഡ് ജെന്നറിന് മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ എഡ്വാർഡ് ജെന്നർ ഒരാളെ പരീക്ഷിക്കാൻ നോക്കി. അതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി എഡ്വാർഡ് ജെന്നർ ഈ ഒരു പാവം ചെക്കനെ വിളിച്ച്, ഈ ചെക്കന്റെ ബോഡിയിലേക്ക് എഡ്വാർഡ് ജെന്നർ എന്ത് ഇൻസേർട്ട് ചെയ്ത് അറിയോ? കൗപോക്സിന്റെ വൈറസിന് ഇൻസേർട്ട് ചെയ്തു. അതുണ്ടായതിനു ശേഷം കുട്ടിക്ക് എന്തുണ്ടായി? കൗപോക്സ് ഉണ്ടായി. ആ കൗപോക്സ് ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് മാറിയതിനു ശേഷം ഇയാൾ എന്ത് കാട്ടിയെന്ന് അറിയോ? ഇയാള് സ്മോൾ പോക്സിന്റെ വൈറസും പാടെ ഈ ഒരു പാവം കുട്ടിന്റെ മേത്തേക്ക് ഇഞ്ചക്ട് ചെയ്തു. അപ്പം കുട്ടിക്ക് എന്തുണ്ടായില്ല? സ്മോൾ പോക്സ് ഉണ്ടായിട്ടില്ല. അപ്പൊ എഡ്വാർഡ് ജെന്നർക്ക് മനസ്സിലായി, ഈ ഒരു കൗപോക്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് സ്മോൾ പോക്സ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആദ്യമായിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? ഈ ഒരു വാക്സിനേഷൻ കണ്ടെത്തുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഈ വാക്സിനേഷൻ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ എഡ്വാർഡ് ജെന്നറിനെ വിളിക്കുന്ന ഒരു പേരാണ് ഫാദർ ഓഫ് വാക്സിനേഷൻ. എന്ത് മക്കളെ? ഫാദർ ഓഫ് വാക്സിനേഷൻ. എന്താ മക്കളെ? എഡ്വാർഡ് ജെന്നർ ആരാണ് മക്കളെ? എഡ്വാർഡ് ജെന്നർ ഫാദർ ഓഫ് വാക്സിനേഷൻ. ഫാദർ ഓഫ് വാക്സിനേഷൻ. ഫാദർ ഓഫ് വാക്സിനേഷൻ. അപ്പൊ എങ്ങനെയാണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞ ടേം വന്നതെന്ന് അറിയോ? ഈ ലാറ്റിനില് വേക്ക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വേക്ക എന്ന് പറഞ്ഞാൽ കവ്വാണ്. ഓക്കെ, വേക്ക എന്ന് പറഞ്ഞ കവ്വാണ്. കാരണം എന്താണ്? കവ് എന്നല്ലേ വാക്സിനേഷൻ ഉണ്ടാക്കി. അപ്പോൾ വേക്കയെന്നാണ് എന്ത് ഫോം ചെയ്തെന്ന് അറിയോ? വാക്സിനേഷൻ എന്ന് പറഞ്ഞ ടേം ഫോം ചെയ്ത്. വാക്സിനേഷൻ എന്ന് പറഞ്ഞ ടേം എവിടുന്ന ഫോം ചെയ്ത്? വേക്കയിൽ നിന്ന്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു ടേമിനെ കുറിച്ച് പറഞ്ഞുതരാം. ആദ്യം ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്തിനുള്ള മെത്തേഡ്? നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രിപ്പയർ ചെയ്യുക,
നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനോട് പറയും മോനെ റെഡിയായി നിന്നിക്കോ, ഇപ്പം കുറച്ച് പാത്തജൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ് വരുന്നത്. ഈ ഒരു വാക്സിനേഷനോട് നമ്മൾ ചെയ്യുക. അതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് ഓഫ് പ്രിപ്പയറിംഗ് ദി ഇമ്മ്യൂൺ സെൽസ് ഇൻ അഡ്വാൻസ് എക്സ്പെക്ടിങ് ദി അറ്റാക്ക് ഓഫ് പാത്തജൻ. പാത്തജന്റെ വരവ് കാത്തു നിന്നോന്ന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ വാക്സിനേഷൻ ചെയ്യുക. അപ്പൊ ഈ ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞത് എന്താണ്, ഇമ്മ്യൂണൈസേഷന്റെ ഒരു എക്സാമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സിറിഞ്ച്. ആ സിറിഞ്ചിൽ എന്തൊക്കെ ഉണ്ടാവും മക്കളെ? ചിലപ്പം ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ഒരു പാത്തജനെ നമ്മൾ കൊല്ലും. ആ കൊന്ന ബാക്ടീരിയ ആയിരിക്കും അല്ലെങ്കിൽ പാത്തജനെ ആയിരിക്കും നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്തായിരിക്കും മക്കളെ? അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയന്റെ അല്ലെങ്കിൽ വൈറസിന്റെ ഒരു കഷ്ണമായിരിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്തായിരിക്കും? ന്യൂട്രലൈസ് ആയിട്ടുള്ള ബാക്ടീരിയനെ ആയിരിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഓരോ വാക്സിനിലും ഓരോരോ ടൈപ്പ് ആയിരിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിനുള്ള എക്സാമ്പിൾ ആണ് MMR വാക്സിൻ. ഈ MMR വാക്സിന് നമ്മൾ അതിൽ ന്യൂട്രലൈസ്ഡ് ആയുള്ള പാത്തജൻസ് ഉണ്ടാവാം. എന്ത് മക്കളെ? ന്യൂട്രലൈസ്ഡ് ആയുള്ള പാത്തജൻ. എന്ത് മക്കളെ? ന്യൂട്രലൈസ്ഡ് ആയുള്ള പാത്തജൻ ഉണ്ടാവും. അത് എന്തിനൊക്കെ നമ്മൾ കൊടുക്കുക? മെസൽസ്, മംസ്, റുബല്ല പോലത്തെ ഡിസീസുകളൊക്കെ പ്രിവെന്റ് ചെയ്യാനാണ് ആര് കൊടുക്കുക? നമ്മൾ ഈ ഒരു MMR വാക്സിൻ കൊടുക്കുക. അപ്പൊ ഈ ഒരു OPV വാക്സിനോ? അതിലെന്താ ഉള്ളത്? അതിൽ ഡെഡ് ആയുള്ള പാത്തജനാണ്. അത് എന്തിനു പ്രിവെന്റ് ചെയ്യാനാ കൊടുക്കുക? പോളിയോനെ പ്രിവെന്റ് ചെയ്യാൻ. അടുത്തൊരു എക്സാമ്പിൾ ആണ് HPV വാക്സിന്. അതിൽ ഈ ഒരു പാത്തജന്റെ ചില കഷ്ണങ്ങൾ ഉണ്ടാവാം, പാർട്ടുകൾ ഉണ്ടാവാം. അത് നമ്മളെ സെർവിക്കൽ ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യാനാണ്. അടുത്തൊരു എക്സാമ്പിൾ ആണ് COVID-19 വാക്സിൻ. അതിൽ ഈ ഒരു പാത്തജന്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക. അത് എന്തിനാ നമ്മൾ ഇതാക്കി? കോവിഡിനെ പ്രിവെന്റ് ചെയ്യാൻ. അപ്പൊ നമ്മളൊക്കെ എടുത്തെന്താണ് ശരിക്കും നമ്മുടെ ബോഡിയിലേക്ക് കയറ്റി വെച്ചത് നമ്മളെ ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു പാർട്ടായിരുന്നു ആ കൊറോണ വാക്സിൻ ഒക്കെ എടുത്ത സമയത്ത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെയും അക്യൂട്ട് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാനുള്ളത്.